കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ സദാനന്ദൻ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം ഉദ്ഘാടനം നിർവഹിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇല്ലാതിരുന്ന ഒരു കോൺഗ്രസിന്റെ പോഷക സംഘടനയ്ക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഓഫീസ് ഉണ്ടാകുക എന്ന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമായ ഒരു വലിയ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് എന്ന് കൃത്യമായി പറയാൻ റോബർട്ട് സാറും സുഗതൻ സാറിനെ കണ്ടില്ല, വിദ്യ ടീച്ചറും അടക്കമുള്ള ഇവരെ എല്ലാമായിട്ട് വീടാന്തരം കയറി ഇറങ്ങി. അന്ന് ആദ്യത്തെ മീറ്റിംഗ് കൊടുത്ത് ബാങ്കിലാക്കി. അന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു, എന്ത് മീറ്റിംഗ് കൂടുന്നതിന് നിങ്ങൾക്ക് ഒരു തടസ്സവും ഇവിടെ ഉണ്ടാവില്ല. എന്തായാലും ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ള ആൾ അന്ന് പറഞ്ഞ ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, മണ്ഡലം പ്രസിഡന്റ്. നമുക്ക് കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് പെൻഷനേഴ്സ് അസോസിയേഷനെ മാറ്റണം. കുറഞ്ഞത് ഒരു വാർഡിൽ, ഞങ്ങളെക്കാളും കൂടുതലുണ്ട്, കുറഞ്ഞത് മുണ്ടക്കയത്താണെങ്കിൽ ഒരു വാർഡിൽ കുറഞ്ഞത് 30 പെൻഷൻകാർ ഏറ്റവും മിനിമം ഉണ്ടാവും. അവരിൽ തന്നെ ബഹുഭൂരിപക്ഷവും നമ്മുടെ എതിർ സംഘടന CPM-ന്റെ പോഷക സംഘടന ആയ KSSPU-ലാണ്. നമ്മുടെ നേതാക്കന്മാർ ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് ഇത് എല്ലാവരുടെയും സംഘടനയാണ്. അപ്പൊ നേതാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, CPI-ക്ക് പെൻഷൻ സംഘടന ഉണ്ട്, അതിന്റെ പേര് പെൻഷൻ കൗൺസിൽ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ എന്ന്. BJP-ക്ക് സംഘടനയുണ്ട്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സംഘം എന്നാണ്. കോൺഗ്രസിന്റെ സംഘടന, ഇതാണ് ആദ്യം ഉണ്ടായ പെൻഷൻ സംഘടന. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിനു മറ്റക്കര മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS രാജു, CA ജബ്ബാർ ഫോട്ടോ അനാച്ഛാദനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS രാജു നിർവഹിച്ചു. ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ KA, രക്ഷാധികാരി റോബർട്ട് B, റോയി കപ്പിലുമാക്കൽ, സെബാസ്റ്റ്യൻ ചുളുത്തറ, ബേബി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.